ഹായ് അസ്സലാമലൈക്കും. നമ്മളിവിടെ നോമ്പ് തുറക്കി കുറച്ച് സമൂസയും പിസ്സയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ റെസിപ്പി കാണാവേ. അതിന് വേണ്ടി ആദ്യം കുറച്ച് വെജിറ്റബിളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മോമോസിന് വേണ്ടിയുള്ള മാവാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. മോമോസും പിസ്സയും ഉണ്ടാക്കുന്നത് സഫയും അൽഫിയായും അസ്മിനായും ചേർന്നാണ് കേട്ടോ. അപ്പം എന്താ ഇവിടെ ചിക്കൻ പിസ്സ ഉണ്ടാക്കുന്നുണ്ട്, വെജിറ്റബിൾ പിസ്സ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ബീഫ് വെച്ചിട്ടുള്ള പിസ്സ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മോമോസും അതുപോലെ തന്നെ. ഈ വീഡിയോ സീന തത്തയുടെ വീട്ടിലെ നോമ്പ് ഉറക്കി എടുത്ത് വെച്ചതാണ്. അപ്പം ഇന്നിപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സഫയുടെ അൽഫിയയുടെ ആസ്മിനയുടെ സ്പെഷ്യൽ പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ മോമോസിന് വേണ്ടിയുള്ള മാവാണ് നമ്മൾ ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കുന്നത്. അതിൽ കുറച്ച് മാവിലോട്ട് കുറച്ച് ഉപ്പിട്ട് നനച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബ്രെഡ് പിസ്സയ്ക്ക് വേണ്ടിയാണ്. ബ്രെഡും പാലും കുറച്ച് റവയും എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡും കുറച്ച് റവപ്പൊടിയും ചേർത്ത് പാലും കൂടെ ചേർത്ത് നമ്മൾ നല്ല രീതിക്കുള്ള മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു ചപ്പാത്തിയിലേക്ക് ഡോ തയ്യാറാക്കുമല്ലോ, അതിനേക്കാട്ട് ഇത്തിരി കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അന്നിവിടെ 3 പേരും കൂടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് പിസ്സയും മോമോസും. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലതുപോലെ കുഴച്ച് നമ്മൾ റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് കുറച്ച് മയനൈസ് ഉണ്ടാക്കാം. നമ്മൾ പിസ്സയിലൂടെ കഴിക്കാൻ കുറച്ച് മയനൈസൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. 2-3 മുട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമ്മൾ നല്ല രീതിക്ക് അരച്ചെടുക്കുന്നുണ്ട്. നല്ല കട്ടി പരുവത്ത് മയനൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടുത്ത പരിപാടി നമ്മൾ ഈ മോമോസിനുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കാനാണ് കേട്ടോ. മോമോസിന് പിസ്സയ്ക്കുള്ളത് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് സവാള അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിക്ക് ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റാണ് ആദ്യം ഇടുന്ന. ക്യാരറ്റ് ഇട്ട് വന്ന് നല്ല രീതിക്ക് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് മോമോസിനുള്ള ഫില്ലിങ്ങാണ് കേട്ടോ. നമ്മളിവിടെ ഈ പച്ചക്കറിയൊക്കെ വാട്ടിയെടുത്തതിന് ശേഷം അതിലോട്ടാണ് നമ്മൾ ബീഫും ചിക്കനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. വെജിറ്റബിൾ ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ടെടുത്ത് കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ പിസ്സയ്ക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അവിടെ ചട്ടി ചൂടാക്കിയപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ക്യാബേജ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടും കുറച്ച് ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും കുറച്ച് സോയാ സോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ പിസ്സയ്ക്കും മോമോസിനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മോമോസിനുള്ള ചപ്പാത്തി പരത്തി എടുക്കുന്നുണ്ട്. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഒരു ചെറിയ അടപ്പ് വെച്ച് ഇതുപോലെ റൗണ്ട് ഷേപ്പിനാക്കി എടുക്കുന്നുണ്ട്. നമ്മളിവിടെ 2 സെറ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ചിക്കനും കുറച്ച് ബീഫുമായിട്ട്. ബീഫ് കഴിക്കാത്തവർക്ക് ചിക്കനും ചിക്കൻ കഴിക്കാത്തവർക്ക് ബീഫ്. പിന്നെ കുറച്ചെടുത്ത് നമ്മൾ വെജിറ്റബിളായിട്ടും ഒരു 4-5 ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്ത് എല്ലാം റെഡിയാക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ 2 ഷേപ്പിലാക്കിയാണ് എടുത്തേക്കണം കേട്ടോ മോമോസ്. കാരണം ചിക്കനും ബീഫും മാറിപ്പോവാതിരിക്കാൻ. അതിനുശേഷം നമ്മളെല്ലാം ഇഡ്ഡലി തട്ടി വെച്ച് ആവിയേറ്റി റെഡിയാക്കി എടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളെ മോമോസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. മോമോസ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് പിസ്സയാണ്, ബ്രെഡ് പിസ്സയാണ് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ബ്രെഡ് പരത്തിയതിന് ശേഷം ചട്ടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് തന്നെ നമ്മൾ ഇതാണ്ട് ഇതുപോലെ ഒന്ന് പരത്തി ഷേപ്പാക്കി എടുക്കണം. ബ്രെഡിൻ്റെ അടിഭാഗം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും ചില്ലി സോസൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന വെജിറ്റബിൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കനാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കനും ബീഫും സെപ്പറേറ്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് ആഡ് ചെയ്തിട്ടില്ല, ഞാൻ ആദ്യമേ ആഡ് ചെയ്തെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ കുറച്ച് ചീസ് നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടച്ച് വെച്ചിരുന്ന് കുറച്ച് ഒരു 5-10 മിനിറ്റ് നമുക്കത് വേവിച്ച് റെഡിയാക്കി എടുക്കാവേ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ബ്രെഡ് പിസ്സ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.